90% മാതാപിതാക്കളും സ്വന്തം കുട്ടികൾക്ക് തങ്ങളോടുള്ള ബഹുമാനം സ്വയം ഇല്ലാതാക്കുകയാണ്. അവർക്കത് മനസ്സിലാകുന്നു പോലുമില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറുമൊരു ഉപദേശമല്ല. സമയം വൈകുന്നതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കുടുംബത്തെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന കൈപ്പേറിയ സത്യമാണിത്. ഒരിക്കൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്ന ആ കുട്ടി വലുതാകുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ അവഗണിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ണുകളിൽ ഒരിക്കൽ ദൈവത്തെ കണ്ടിരുന്ന അതേ കുട്ടി ഒരു ദിവസം നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി നിങ്ങളെ വെല്ലുവിളിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വെച്ചുതന്നെ നിങ്ങളുടെ ബഹുമാനം പതുക്കെ ഇല്ലാതാക്കുന്ന ആ അപകടകരമായ മാറ്റം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. എന്നാൽ സത്യമെന്തെന്നാൽ ഇതിൽ തെറ്റ് കുട്ടികളുടേതല്ല. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ മാതാപിതാക്കൾ തന്നെ വെളിപ്പെടുത്തുന്ന ആ 5 കുടുംബരഹസ്യങ്ങളിലാണ് തെറ്റ്. എന്നാൽ ഇവിടെയാണ് 90% മാതാപിതാക്കളും ഭയാനകമായ ഒരു മാനസിക അബദ്ധം ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ആധുനിക രക്ഷാകർതൃത്വത്തിന്റെ പേരിൽ ഒരു ചിന്താഗതി വളരെ വേഗത്തിൽ പടരുന്നുണ്ട്: മാതാപിതാക്കൾ കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കണമെന്ന്. കുട്ടികളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാകാനും രഹസ്യങ്ങൾ യാതൊന്നും വെക്കാതിരിക്കാനും നമ്മോട് പറയപ്പെടുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ കുട്ടികളെ അത്രമാത്രം അതിരറ്റ് സ്നേഹിക്കുന്നതുകൊണ്ട് എല്ലാം അവരുമായി പങ്കുവയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്കിടയിൽ യാതൊരു മറയും പാടില്ലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് ശരിക്കും സ്നേഹമാണോ? മനഃശാസ്ത്രവും നീതിശാസ്ത്രവും ഒരുപോലെ വിശ്വസിക്കുന്ന ഒന്നാണ് സൗഹൃദം എപ്പോഴും തുല്യർ തമ്മിലാണ് ഉണ്ടാകുന്നത്. എവിടെ തുല്യത വരുന്നുവോ അവിടെ ഒരു കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്ന അച്ചടക്കത്തിന്റെയും ബഹുമാനത്തിന്റെയും പവിത്രമായ അതിർവരമ്പുകൾ മങ്ങിത്തുടങ്ങും. ഒരു കുട്ടിക്ക് സുഹൃത്തിനേക്കാൾ ആവശ്യം ഒരു വഴികാട്ടിയെയാണ്. നിങ്ങളൊരു തുറന്ന പുസ്തകമായി മാറിയാൽ കുട്ടികൾ നിങ്ങളെ പൂർണ്ണമായും വായിച്ചെടുക്കും. എവിടെയാണോ രഹസ്യത്തിന്റെയും ബഹുമാനത്തിന്റെയും അതിരുകൾ അവസാനിക്കുന്നത് അവിടെ വെച്ച് കുട്ടികൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും. സ്നേഹം അതിന്റെ സ്ഥാനത്തുണ്ട്. എന്നാൽ കുടുംബത്തിന് സന്തുലിതാവസ്ഥയുടെയും സുരക്ഷിതത്വത്തിന്റെയും ബോധം നൽകാൻ മാതാപിതാക്കൾ അല്പം ദുരൂഹതയുള്ളവരും സ്ഥിരതയുള്ളവരുമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് എന്തു വില കൊടുത്തും സംരക്ഷിക്കേണ്ട നമ്മുടെ ആദ്യത്തേതും ഏറ്റവും ഗൗരവമേറിയതുമായ കുടുംബരഹസ്യം ജനിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും സമ്പാദ്യത്തിന്റെ മുഴുവൻ സത്യവും. ഒരിക്കലും മറന്നുപോലും നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയുടെ മുഴുവൻ വിവരങ്ങളും കുട്ടികൾക്ക് നൽകരുത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര വലിയ തുകയുണ്ടെന്നോ, അവർക്കായി നിങ്ങൾ എത്ര സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ വീടിന് എത്ര വലിയ കടമുണ്ടെന്നോ അവരോട് പറയരുത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം. ഇതിലെന്താണ് തെറ്റെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞാലല്ലേ കുട്ടികൾ ഉത്തരവാദിത്തമുള്ളവരാകൂ? എന്നാൽ ഇവിടെ അപകടകരമായ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾക്ക് ധാരാളം പണമുണ്ടെന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കുമ്പോൾ അറിയാതെ തന്നെ അവരുടെ ഉള്ളിലെ കഠിനാധ്വാനം ചെയ്യാനുള്ള വിശപ്പിനെ നിങ്ങൾ വേരോടെ ഇല്ലാതാക്കുകയാണ്. കുട്ടിയുടെ ലോലമായ മനസ്സ് ഈ വിവരത്തെ ഒരു പ്രചോദനമായല്ല, മറിച്ച് ഒരു സുരക്ഷാവലയായിട്ടാണ് എടുക്കുന്നത്. മാതാപിതാക്കൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ താൻ എന്തിനുവേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെടണമെന്ന കാര്യം അവന്റെ ഉപബോധ മനസ്സിൽ ഉറയ്ക്കുന്നു. അവൻ പതുക്കെ മടിയനാകാൻ തുടങ്ങുന്നു. അവന്റെ പ്രതീക്ഷകൾ വാനോളമുയരും. കൂടാതെ നിങ്ങളുടെ ഓരോ സമ്പാദ്യത്തിലും തനിക്ക് മാത്രമാണ് അവകാശമുള്ളത് എന്നൊരു ചിന്തയാൽ അവൻ നിറയുന്നു. നാളെ വില കൂടിയ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ അവനോട് വിസമ്മതിച്ചാൽ നിങ്ങളുടെ നിസ്സഹായതയോ സമ്പാദിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശ്യമോ അവൻ മനസ്സിലാക്കില്ല. അവൻ നിങ്ങളൊരു പിശുക്കനാണെന്ന് കരുതും. മറുവശത്ത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെങ്കിൽ അത് കുട്ടികളുടെ മുന്നിൽ നിരന്തരം പറയുകയും നിങ്ങളുടെ ദാരിദ്ര്യത്തെയോ കടത്തെയോ കുറിച്ച് വിലപിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം വിനാശകരമായ പ്രത്യാഘാതമുണ്ടാക്കും. നിങ്ങളുടെ സങ്കടം പങ്കുവെക്കുകയാണെന്നാണ് നിങ്ങൾ കരുതുന്നത്. എന്നാൽ വാസ്തവത്തിൽ ആ കൊച്ചുകുട്ടിയുടെ വൈകാരിക സുരക്ഷിതത്വത്തെ നിങ്ങൾ തകർക്കുകയാണ്. ലോകത്തിലെ ഏത് പ്രശ്നത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു പാറയായാണ് കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ കാണുന്നത്. ആ പാറ തന്നെ ഇളകുന്നത് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ വലിയൊരു ഭയവും അരക്ഷിതാവസ്ഥയും ഉടലെടുക്കുന്നു. ചാണക്യനീതിയിലെ വളരെ കൃത്യമായ ഒരു സിദ്ധാന്തമുണ്ട്: സമ്പത്തിന്റെയും കുടുംബത്തിന്റെയും ആന്തരിക അവസ്ഥ ഒരിക്കലും പരസ്യമാക്കരുത് എന്ന്. മാതാപിതാക്കൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന കാര്യം മാത്രമേ കുട്ടികൾ അറിയാൻ പാടുള്ളൂ. എന്നാൽ ഓരോ സൗകര്യങ്ങളും സ്വന്തം കഴിവും കഠിനാധ്വാനവും കൊണ്ട് മാത്രമേ അവർക്ക് ലഭിക്കൂ. പണത്തിന്റെ സത്യം മറച്ചുവെക്കുന്നത് വഞ്ചനയല്ല, മറിച്ച് ഇത് നിങ്ങളുടെ കുട്ടിയെ സ്വയംപര്യാപ്തനും കഠിനാധ്വാനിയുമാക്കാനുള്ള ഏറ്റവും വലിയ പാഠമാണ്. പണത്തിന്റെ കണക്കുകൾ മറച്ചുവെച്ചാൽ മാത്രം വീട്ടിലെ അന്തരീക്ഷം സുരക്ഷിതമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരു നിമിഷം നിൽക്കുക, കാരണം ഞാനിനി വെളിപ്പെടുത്താൻ പോകുന്ന രണ്ടാമത്തെ രഹസ്യം നിങ്ങളുടെ കുട്ടിയുടെ മാനസിക സമാധാനവുമായും നിങ്ങളുടെ വീടിന്റെ അടിസ്ഥാനവുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് ജീവിക്കുന്ന ഒരു നല്ല കുടുംബത്തെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുന്ന ഒരു തെറ്റാണിത്. കുട്ടികളുടെ കണ്ണുകളിൽ നിന്ന് എപ്പോഴും മറഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കുടുംബരഹസ്യം ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വ്യക്തിപരമായ വഴക്കുകളും പരസ്പരമുള്ള കയ്പുമാണ്. എല്ലാ വീടുകളിലും പാത്രങ്ങൾ തട്ടിയും മുട്ടിയുമിരിക്കും. എല്ലാ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഇത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ ദേഷ്യം തീർക്കാൻ അല്ലെങ്കിൽ നമ്മൾ ശരിയാണെന്ന് തെളിയിക്കാൻ സ്വന്തം കുട്ടികളെ ഒരു വൈകാരിക ചവറ്റുകുട്ടയായി മാറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്.
നിന്റെ അച്ഛൻ എനിക്കുവേണ്ടി എന്തു ചെയ്തുവെന്ന് ചോദിച്ച് അമ്മ കുട്ടിയുടെ മുന്നിൽ വെച്ച് അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. അച്ഛൻ അമ്മയുടെ സ്വഭാവത്തെയോ വ്യക്തിത്വത്തെയോ വിമർശിക്കുന്നു. തന്റെ കുട്ടി ആരോഗ്യകരവും സന്തോഷകരവുമായ അന്തരീക്ഷത്തിൽ വളരണമെന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. എന്നാൽ കുട്ടിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ ആ പിഞ്ചുമനസ്സിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഹീറോകളാണ്. നിങ്ങളിൽ ഒരാളുടെ പക്ഷം ചേരാൻ നിങ്ങൾ അവനെ നിർബന്ധിക്കുമ്പോൾ അറിയാതെ അവനെ നിങ്ങൾ ഒരു ജഡ്ജിയുടെ കസേരയിലാണ് ഇരുത്തുന്നത്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ബന്ധങ്ങളുടെ ജഡ്ജിയാകുന്ന ദിവസം ഒരു രക്ഷിതാവ് എന്ന നിലയിലുള്ള നിങ്ങളുടെ അധികാരം അവസാനിക്കുന്നുവെന്ന് മനഃശാസ്ത്രം പറയുന്നു. കുട്ടികൾ വളരെ വൈകാരികതയുള്ളവരാണ്. മാതാപിതാക്കൾ പരസ്പരം ബഹുമാനിക്കുന്നില്ല എന്നവർ കാണുമ്പോൾ അവരും പതുക്കെ നിങ്ങളെ ബഹുമാനിക്കാതാകും. സുരക്ഷിതമായ വീട് എന്ന സങ്കല്പത്തിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെടും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ കിടപ്പുമുറിയുടെ പടികടക്കാൻ പാടില്ലെന്ന് നീതിശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്പരം തരം താഴ്ത്തുമ്പോൾ ബന്ധങ്ങളിൽ പരിധികളില്ല എന്ന് നിങ്ങൾ അവരെ അറിയാതെ പഠിപ്പിക്കുകയാണ്. നാളെ അവർ വലുതാകുമ്പോൾ നിങ്ങൾ അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ നിശബ്ദരാക്കാൻ നിങ്ങളുടെ ഭൂതകാലം അവരുടെ കയ്യിലുണ്ടാകും. സ്വന്തം ബന്ധത്തെപ്പോലും സംരക്ഷിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ എനിക്കെന്ത് ജീവിതപാഠമാണ് നൽകുകയെന്ന് അവർ ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ എത്ര വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ എപ്പോഴും ശക്തമായ ഒരൊറ്റ ടീമായി വേണം നിൽക്കാൻ. നിങ്ങളുടെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ വേണം പരിഹരിക്കപ്പെടാൻ. നിങ്ങളുടെ ബന്ധത്തിന്റെ അന്തസ്സ് നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനുമുള്ള ബഹുമാനം സൃഷ്ടിക്കും. പണവും കിടപ്പുമുറിയിലെ വഴക്കുകളും മറച്ചുവെച്ചാൽ മാത്രം നിങ്ങളുടെ കുടുംബം പൂർണ്ണമായും സുരക്ഷിതമായെന്നും നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വളരെ വലിയൊരു മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നത്. സത്യസന്ധതയുടെയും സൗഹൃദപരമായ പെരുമാറ്റത്തിന്റെയും പേരിൽ ഇന്നത്തെ മാതാപിതാക്കൾ ചെയ്യുന്ന മൂന്നാമത്തെ രഹസ്യത്തിലേക്കാണ് ഞാനിനി കടക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അവർ തങ്ങളുടെ ബാക്കിയുള്ള അന്തസ്സിനും അധികാരത്തിനും അറിയാതെ തന്നെ തീവയ്ക്കുകയാണ്. കുട്ടികളുടെ കണ്ണുകളിൽ നിന്ന് എപ്പോഴും മറഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ വലിയ രഹസ്യമിതാണ്. നിങ്ങളുടെ ഭൂതകാല രഹസ്യങ്ങൾ, നിങ്ങളുടെ പഴയകാല തെറ്റുകൾ, നിങ്ങളുടെ റോൾ മോഡൽ പ്രതിച്ഛായയെ ഒറ്റയടിക്ക് ദുർബലമാക്കുന്ന ഭൂതകാല രഹസ്യങ്ങൾ. നമ്മുടെ യുവത്വത്തിലെ തെറ്റുകൾ കുട്ടികളുമായി പങ്കുവയ്ക്കുന്നതുവഴി അവർ നമ്മിൽ നിന്ന് പഠിക്കുമെന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. പല മാതാപിതാക്കളും വളരെ അഭിമാനത്തോടെയോ വൈകാരികമായോ കുട്ടികളോട് പറയാറുണ്ട്, മോനെ, എന്റെ കാലത്ത് ഞാൻ ഈ മണ്ടത്തരം ചെയ്തുവെന്ന്. ആളെ വിശ്വസിച്ച് എനിക്ക് എന്റെ എല്ലാമെല്ലാം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഇന്നുവരെ ലോകത്തിൽ നിന്നും മറച്ചുവെക്കപ്പെട്ട പഴയകാലത്തെ എന്തെങ്കിലും പ്രണയബന്ധങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ആവാം. താൻ ചെയ്ത തെറ്റുകൾ മക്കൾ ആവർത്തിക്കരുത് എന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉദ്ദേശ്യം വളരെ ശുദ്ധമാണ്. തന്റെ കുട്ടി തന്നേക്കാൾ മികച്ചതും സുരക്ഷിതവുമായ ജീവിതം നയിക്കണമെന്നാണ് ഒരു മാതാപിതാക്കളുടെ ഹൃദയം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ വീഴ്ചകളിൽ നിന്നും അവരെ രക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഈ തുറന്നുപറച്ചിലിന്റെ മാനസിക പ്രത്യാഘാതം ആ ഇളം മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ ഒരു മാതൃകയായാണ് കാണുന്നത് എന്ന് ഡാർക്ക് സൈക്കോളജിയും ബാലമനഃശാസ്ത്രവും വ്യക്തമായി പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത അവരുടെ സൂപ്പർ ഹീറോ ആണ്. അവരുടെ ലോകത്തിൽ ശരിയുടെയും തെറ്റിന്റെയും തിരിച്ചറിവ് നിങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ നിങ്ങൾക്കും വഴിതെറ്റിയിട്ടുണ്ടെന്നും നിങ്ങളും ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിലും ഇളക്കങ്ങൾ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ പറയുമ്പോൾ അവരുടെ ആ മിഥ്യാധാരണ തകരുന്നു. പരിപൂർണതയുടെ ആ കിരീടം നിങ്ങളുടെ തലയിൽ നിന്നും താഴെ വീഴുന്നു. ഒരു വഴികാട്ടിയോ ഗുരുവോ തന്റെ പഴയകാല ബലഹീനതകൾ ശിഷ്യന്മാരുടെ മുന്നിൽ അനാവശ്യമായി പ്രകടിപ്പിക്കരുതെന്ന് നീതിശാസ്ത്രത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു തത്വമുണ്ട്. നിങ്ങളുടെ ഈ സ്വാധീനവലയം തകരുമ്പോൾ കുട്ടികളുടെ ദൃഷ്ടിയിൽ നിങ്ങളൊരു മികച്ച വഴികാട്ടിയിൽ നിന്നും വെറുമൊരു സാധാരണ മനുഷ്യനായി ചുരുങ്ങുന്നു. ഇതിനുശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ അവരെ ഒരു തെറ്റായ വഴിയിൽ പോകുന്നതിൽ നിന്ന് തടയുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത ഇതായിരിക്കും, നിങ്ങൾ എത്രത്തോളം ശരിയായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു, എന്നിട്ട് ഇപ്പോൾ എന്നെ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നു. ഇതിനർത്ഥം നിങ്ങൾ കുട്ടികളോട് കള്ളം പറയണമെന്നോ സ്വയം ദൈവമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കണമെന്നോ അല്ല. ജീവിത പാഠങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഓരോ കാര്യവും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പറയുക എന്നതും അത്രതന്നെ പ്രധാനമാണ്. നിങ്ങളുടെ തെറ്റുകളുടെ ഒരു ചുരുക്കവും പാഠവും അവർക്ക് നൽകാം. എന്നാൽ ആ സംഭവത്തിന്റെ ആഴത്തിലുള്ളതും വിവാദപരവുമായ വിവരങ്ങൾ ഒരിക്കലും അവരുടെ മുന്നിൽ വരരുത്. നിങ്ങളുടെ ഭൂതകാലത്തിലെ വിവാദപരമായ രഹസ്യങ്ങൾ അവർക്ക് മുന്നിൽ തുറന്നു പറയുന്ന ദിവസം മുതൽ അവർ നിങ്ങളെ വിധിക്കാൻ തുടങ്ങും. ഓർക്കുക, സ്വന്തം മാതാപിതാക്കളെ വിധിക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഴത്തിലോ ബഹുമാനത്തിലോ ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ കുടുംബത്തെ നിയന്ത്രിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിൽക്കുക. മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന നാലാമത്തെ രഹസ്യം. നല്ല ബുദ്ധിമാന്മാരായ മാതാപിതാക്കൾ പോലും തങ്ങളുടെ വികാരങ്ങളിൽ ഒഴുകി കുടുങ്ങിപ്പോകുന്ന ഒരു വൈകാരിക വലയാണിത്. കൂടാതെ സ്വന്തം കുട്ടിയുടെ ബാല്യവും അവന്റെ മാനസിക സമാധാനവും കവർന്നെടുക്കുകയാണെന്ന് അവർ അറിയുന്നതുപോലുമില്ല. സ്വന്തം കുട്ടികളിൽ നിന്ന് നിങ്ങൾ വളരെ വിവേകത്തോടെ മറച്ചുവെക്കേണ്ട നാലാമത്തെ കുടുംബരഹസ്യം.
അതാണ് നിങ്ങളുടെ അമിതമായ മാനസിക വൈകാരിക ബലഹീനതകളും നിങ്ങളുടെ ആഴത്തിലുള്ള ഭയങ്ങളും അരക്ഷിതാവസ്ഥകളും. ജീവിതം എപ്പോഴും ഒരുപോലെയായിരിക്കില്ല. നമ്മൾ പൂർണ്ണമായും തകർന്നുപോകുന്ന ചില ഘട്ടങ്ങൾ വരാറുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ഭയം നമ്മെ അലട്ടുന്നു. ജോലിയിലോ ബിസിനസ്സിലോ വലിയ നഷ്ടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും വിഷാദത്തിലും അകപ്പെടുന്നു. ഒരു മാതാപിതാക്കളുടെ ചുമലിൽ മുഴുവൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭാവിയുടെയും ഭാരമുണ്ട്. ചിലപ്പോൾ ഈ ഭാരം എത്രത്തോളം വലുതാകുന്നുവെന്നാൽ മനുഷ്യന് പൊട്ടിക്കരയാൻ മാത്രമേ ആഗ്രഹമുണ്ടാകൂ. ഇത്തരം സാഹചര്യങ്ങളിൽ പല മാതാപിതാക്കൾക്കും സ്വന്തം കുട്ടികളുടെ മുന്നിൽ വെച്ച് കണ്ണുനീർ അടക്കാൻ കഴിയില്ല. തങ്ങളുടെ നിസ്സഹായത അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. മോനെ, എനിക്ക് വളരെ പേടിയാകുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഈ കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ തെരുവിലിറങ്ങേണ്ടി വരും. നമ്മൾ മനുഷ്യരാണ്, യന്ത്രങ്ങളല്ല. നമ്മുടെ ഉള്ളിലും വികാരങ്ങളുണ്ട്. അത് പുറത്തുവരുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ഒരു ചെറിയ കുട്ടി അല്ലെങ്കിൽ കൗമാരക്കാരൻ തന്റെ അച്ഛനെയോ അമ്മയെയോ ഇത്ര നിസ്സഹായനായി ഭയത്തോടെ കാണുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് മാതാപിതാക്കൾ ഒരു സുരക്ഷാ മതിലാണ്. ആ ശക്തമായ മതിൽ ഉള്ളിൽ നിന്ന് പൊള്ളയായി വിറയ്ക്കുന്നത് കാണുമ്പോൾ കുട്ടിയുടെ സ്വന്തം വൈകാരിക സ്ഥിരത എന്നേക്കുമായി ഇളകുന്നു. നിങ്ങൾ ഉള്ളിൽ നിന്ന് അമിതമായി ഭയപ്പെട്ടിരിക്കുന്നു എന്ന് കുട്ടി അറിയുമ്പോൾ അവന് സുരക്ഷിതത്വം തോന്നില്ല. മനഃശാസ്ത്രത്തിൽ ഇതിനെ പാരന്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അതിൽ കുട്ടി സമയത്തിനു മുൻപേ മുതിർന്ന ആളായി മാറുകയും മാതാപിതാക്കളുടെ മാനസിക ഉത്കണ്ഠകളുടെ ഭാരം ചുമക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് അവന്റെ മാനസിക വികാസത്തിന് വളരെ ദോഷകരമാണ്. മറുവശത്ത് കുട്ടി വളരുമ്പോൾ ഈ കാര്യം മറ്റൊരു രൂപം പ്രാപിക്കുന്നു. ചില കുട്ടികൾ ഇത്തരം സാഹചര്യത്തിൽ മാതാപിതാക്കളോട് സഹതാപം കാണിക്കാൻ തുടങ്ങും. ഓർക്കുക, ബന്ധങ്ങളിൽ എവിടെ സഹതാപം വരുന്നുവോ അവിടെ നിന്ന് ബഹുമാനം പടിയിറങ്ങുന്നു. സ്വന്തം ജീവിതം പോലും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല എന്ന് അവർ കരുതുന്നതിനാൽ അവർ നിങ്ങളുടെ വാക്കുകളെ ഗൗരവമായി എടുക്കാതാകുന്നു. ഒരു കുടുംബനാഥൻ തന്റെ പരിഭ്രാന്തിയും ആഴത്തിലുള്ള ഭയവും താൻ സംരക്ഷിക്കേണ്ട കുടുംബത്തിനു മുന്നിൽ ഒരിക്കലും പ്രകടിപ്പിക്കരുതെന്ന് ചാണക്യനീതിയിലെ വളരെ പ്രസക്തമായ ഒരു സിദ്ധാന്തമാണ്. യുദ്ധക്കളത്തിൽ സ്വന്തം സൈന്യത്തിനു മുന്നിൽ വെച്ച് ഒരു സേനാപതി കരഞ്ഞുകൊണ്ട് തോൽക്കുമെന്ന് ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞാൽ ആ സൈന്യത്തിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാകില്ല. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ നിങ്ങളുടെ മാനസിക നിസ്സഹായത പ്രകടിപ്പിക്കുകയാണെങ്കിൽ വീടിന്റെ മുഴുവൻ സന്തുലിതാവസ്ഥയും തകരും. ഇതിനർത്ഥം നിങ്ങൾ കല്ലായി മാറണമെന്നും ഒരിക്കലും ദുഃഖിക്കരുതെന്നുമല്ല. മാതാപിതാക്കളും മനുഷ്യരാണെന്ന് കുട്ടികൾ അറിയണം. അവരും തളരും, അവർക്കും സങ്കടമുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ദുഃഖം പ്രകടിപ്പിക്കുന്ന രീതി കുട്ടിയുടെ ഉള്ളിൽ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്ന ഒന്നാകരുത്. ഇന്ന് ദിവസം അല്പം ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ നമ്മൾ ഒത്തൊരുമിച്ച് ഇത് കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റ് വീശിയാലും കുട്ടികളുടെ മുന്നിൽ നിങ്ങളുടെ മുഖത്ത് ഒരു ശാന്തതയും വിശ്വാസവും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ദുഃഖത്തിന്റെ കണ്ണുനീർ നിങ്ങളുടെ മുറിയിൽ മാത്രം ഒതുങ്ങണം. എന്നാൽ നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ വരുമ്പോൾ ആകാശമിടിഞ്ഞു വീണാലും തങ്ങളുടെ മാതാപിതാക്കൾ ഓരോ സാഹചര്യവും സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് കൈകാര്യം ചെയ്യുമെന്നും അവർക്ക് തോന്നണം. നിങ്ങളുടെ ആ ഉരുക്കുപോലുള്ള ശാന്തമായ രൂപം ജീവിതകാലം മുഴുവൻ അവരെ നിങ്ങളുടെ മുന്നിൽ ബഹുമാനത്തോടെ തലകുനിക്കാൻ പ്രേരിപ്പിക്കുകയും ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളോടും പോരാടാനുള്ള യഥാർത്ഥ ധൈര്യം അവർക്ക് നൽകുകയും ചെയ്യും. മുകളിൽ പറഞ്ഞ 4 രഹസ്യങ്ങളും നിങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും സുരക്ഷിതമാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കുടുംബം പൂർണ്ണമായും സുരക്ഷിതമാണെന്നും ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ നിറവേറ്റിയെന്നും നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിൽക്കുക, കാരണം ഞാനിനി തുറക്കാൻ പോകുന്ന 5ാമത്തെ രഹസ്യം മഹത്വം, കാരുണ്യം, മനുഷ്യത്വം എന്നീ പേരുകളിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് കുടിക്കുന്ന ഒരു മധുരമുള്ള വിഷമാണ്. നിങ്ങളുടെ സ്വന്തം രക്തത്തിന്റെ മനസ്സിൽ നിങ്ങൾക്കെതിരെ വിചിത്രമായ ഒരു പരാതി സൃഷ്ടിക്കുന്ന ഭയാനകമായ ഒരു അബദ്ധമാണിത്. കൂടാതെ അറിയാതെ തന്നെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ സമ്പാദ്യത്തിൽ അവകാശം ഉന്നയിക്കാൻ തുടങ്ങും. നിങ്ങൾ വളരെ വിവേകത്തോടെ നിങ്ങളുടെ കുട്ടികളിൽ നിന്നും അകറ്റി നിർത്തേണ്ട 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കുടുംബരഹസ്യം. അതാണ് നിങ്ങളുടെ രഹസ്യമായ ഔദാര്യം, മറ്റുള്ളവർക്കുള്ള സാമ്പത്തിക സഹായം, അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്തു നൽകുന്ന ഏതെങ്കിലും വലിയ ദാനം. ഓരോ മാതാപിതാക്കളുടെയും ഹൃദയം വളരെ വലുതാണ്. നമ്മൾ മനുഷ്യർക്ക് വളരെ നല്ലതും സ്വാഭാവികവുമായ ഒരു ശീലമുണ്ട്. നമ്മളൊരു പാവപ്പെട്ടവനെ സഹായിക്കുമ്പോഴോ, ആവശ്യമുള്ള ഒരു ബന്ധുവിന് പണം നൽകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുമ്പോഴോ നമുക്ക് വല്ലാത്തൊരു സമാധാനം ലഭിക്കും. പലപ്പോഴും ആ വൈകാരികതയിൽ വീട്ടിലെത്തി നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ച് കുട്ടികളുടെ മുന്നിൽ നമ്മൾ ആ സഹായത്തെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. ഇന്ന് ഞാൻ നിന്റെ അമ്മാവനെ 500 രൂപ കൊടുത്ത് സഹായിച്ചു, അല്ലെങ്കിൽ ആ സുഹൃത്ത് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു, ഞാൻ അവനെ മുങ്ങിപ്പോകുന്നതിൽ നിന്ന് രക്ഷിച്ചു. നമ്മുടെ ഉദ്ദേശ്യം വളരെ ശുദ്ധമാണ്. അങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ നമ്മുടെ കുട്ടിയെ ദാനം, ധർമ്മം, മനുഷ്യത്വം, പരോപകാരം എന്നിവയുടെ പാഠം പഠിപ്പിക്കുകയാണെന്ന് നമ്മൾ കരുതുന്നു. നമ്മുടെ കുട്ടികളും വലുതാകുമ്പോൾ ദയാലുക്കളാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ വളരെ ആഴത്തിലുള്ള ഒരു മാനസിക കുരുക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളർച്ചയെത്താത്ത മനസ്സുള്ള ഒരു കുട്ടിയോ കൗമാരക്കാരനോ ഈ കാര്യത്തെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വീടിന് പുറത്തുള്ള ഒരാളെ നിങ്ങൾ സാമ്പത്തികമായി സഹായിച്ചു എന്ന് നിങ്ങളുടെ കുട്ടിയോട് പറയുമ്പോൾ അവന്റെ തലച്ചോറിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് മഹത്വത്തിന്റേതല്ല, മറിച്ച് അവകാശത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും സോഫ്റ്റ്വെയറാണ്.
പുറത്തുള്ളവർക്ക് വാരിക്കോരി കൊടുക്കാൻ അച്ഛനോ അമ്മയ്ക്കോ ഇത്രയും പണമുണ്ടെങ്കിൽ പിന്നെ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവർക്കെന്താണ് ബുദ്ധിമുട്ട് എന്ന് കുട്ടിയുടെ ഉപബോധ മനസ്സ് ഉടൻ തന്നെ കണക്കുകൂട്ടുന്നു. നാളെ അവൻ നിങ്ങളോട് വില കൂടിയ ഏതെങ്കിലും ഫോണോ പുതിയ ബൈക്കോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കായി പണമോ ചോദിക്കുകയും നിങ്ങൾ അവന് പണത്തിന്റെ വിലയോ സമ്പാദ്യത്തിന്റെ അറിവോ നൽകുമ്പോൾ അവൻ നിങ്ങളുടെ വാക്കുകൾ ഒട്ടും മനസ്സിലാക്കില്ല. സ്വന്തം ബന്ധുക്കൾക്ക് വിതരണം ചെയ്യാൻ അന്ന് നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ടായിരുന്നു, ഇന്ന് എനിക്കുവേണ്ടി നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന ചിന്തയാകും അവന്റെ മനസ്സിൽ വരിക. ചാണക്യനീതിയിൽ വളരെ വ്യക്തവും കർശനവുമായ ഒരു സിദ്ധാന്തമുണ്ട്. ദാനത്തിന്റെയും പരോപകാരത്തിന്റെയും പ്രകടനം സ്വന്തം വീട്ടിൽ സ്വന്തം അവകാശികളുടെ മുന്നിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നീതിശാസ്ത്രപ്രകാരം താൻ ചെയ്ത പരോപകാരത്തെക്കുറിച്ച് സ്വന്തം വീടിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് സംസാരിക്കുന്ന വ്യക്തി അറിയാതെ സ്വന്തം കുട്ടികളുടെ മനസ്സിൽ അസൂയയും കലാപവും സൃഷ്ടിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്കായി പണം ചെലവാക്കുന്നുണ്ടെന്ന് കുട്ടി അറിയുമ്പോൾ പലപ്പോഴും അവൻ നിങ്ങളെ ഔദാര്യമുള്ളവനായല്ല മറിച്ച് വികാരഭരിതനായൊരു വിഡ്ഢിയായി കാണാൻ തുടങ്ങും. പുറത്തുള്ള ആളുകൾ നിങ്ങളെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുകയാണെന്നും യഥാർത്ഥത്തിൽ അവൻ അർഹതപ്പെട്ട സ്വത്ത് കൊള്ളയടിക്കപ്പെടുകയാണെന്നും അവന് തോന്നാൻ തുടങ്ങും. ഇതിന്റെ ഫലമായി അവൻ വലുതാകുമ്പോൾ നിങ്ങളുടെ സ്വന്തം പണത്തിന്റെ കണക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാൻ തുടങ്ങുന്നു. അവൻ നിങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങുകയും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഔദാര്യം നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറുന്നു. നിങ്ങൾ കുട്ടികളെ സ്വാർത്ഥരാക്കണം എന്നോ അവർക്ക് ദാനം ചെയ്യാൻ പഠിപ്പിക്കരുത് എന്നോ ഇതിനർത്ഥമില്ല. തീർച്ചയായും പഠിപ്പിക്കുക, എന്നാൽ അതിന്റെ രീതി വ്യത്യസ്തമായിരിക്കണം. നിങ്ങൾക്കവരെ മനുഷ്യത്വം പഠിപ്പിക്കണമെങ്കിൽ അവരുടെ പോക്കറ്റ് മണിയിൽ നിന്ന് പാവങ്ങളെ സഹായിക്കാൻ അവരെ പഠിപ്പിക്കുക. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പഠിപ്പിക്കുക. എന്നാൽ നിങ്ങളുടെ സ്വന്തമായുള്ള വലിയ വരുമാനവും നിങ്ങളുടെ വലിയ സാമ്പത്തിക തീരുമാനങ്ങളും പൂർണ്ണമായും രഹസ്യമായിരിക്കണം. നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുത് എന്ന് പറയാറുണ്ടല്ലോ. കുട്ടികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ആധുനിക രക്ഷാകർതൃത്വത്തിന്റെ പേരിൽ കുട്ടികളുടെ ഒരു ഉത്തമ സുഹൃത്താകാൻ വേണ്ടി സ്വന്തം വീട്ടിലെ നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളുടെ പദവിയും ഒരു വഴികാട്ടി എന്ന നിലയിലുള്ള നിങ്ങളുടെ അസ്തിത്വവും നിങ്ങൾ തന്നെ ഇല്ലാതാക്കണോ? ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളുടെ ഉദ്ദേശ്യം കുട്ടികളോട് കള്ളം പറയുകയോ അവരെ വഞ്ചിക്കുകയോ ചെയ്യുക എന്നതല്ല. മാതാപിതാക്കളുടെ സ്നേഹം അതിരുകളില്ലാത്തതും നിസ്വാർത്ഥവുമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ഓരോ ത്യാഗത്തിനു പിന്നിലും നിങ്ങളുടെ കുട്ടിയുടെ ഒരു സുവർണ ഭാവി മാത്രമാണ് ഒളിഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ആഴമുള്ളതായിരിക്കണമോ അത്രത്തോളം തന്നെ നിങ്ങളുടെ അച്ചടക്കത്തിന്റെയും അതിരുകളുടെയും വ്യാപ്തിയും വ്യക്തമായിരിക്കണം. താൻ ഒരിക്കലും കടക്കാൻ പാടില്ലാത്ത ബഹുമാനത്തിന്റെ ഒരു അതിർവരമ്പ് മാതാപിതാക്കൾക്ക് ചുറ്റുമുണ്ടെന്ന് കുട്ടി തിരിച്ചറിയുമ്പോൾ മാത്രമേ യഥാർത്ഥ അർത്ഥത്തിൽ അവൻ നിങ്ങളെ വിലമതിക്കുകയുള്ളൂ. പൂർണ്ണമായും വായിക്കപ്പെടുന്ന യാതൊരു പരിധികളുമില്ലാത്ത വ്യക്തിയെ ആളുകൾ പലപ്പോഴും നിസ്സാരമായി കാണാൻ തുടങ്ങുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളൊരു സുതാര്യമായ കണ്ണാടിയല്ല മറിച്ച് സുരക്ഷിതവും ശക്തവുമായ ഒരു മേൽക്കൂരയാകണം. നിങ്ങളുടെ ബാങ്കിന്റെയും സമ്പാദ്യത്തിന്റെയും സത്യം, നിങ്ങളുടെ കിടപ്പുമുറിയിലെ പരസ്പരമുള്ള അഭിപ്രായവ്യത്യാസങ്ങൾ, നിങ്ങളുടെ അന്തസ്സു കുറയ്ക്കുന്ന നിങ്ങളുടെ ഭൂതകാലത്തിലെ ആ തെറ്റുകൾ, നിങ്ങളുടെ അമിതമായ മാനസിക വൈകാരിക ബലഹീനതകൾ, നിങ്ങളുടെ രഹസ്യമായ ദാനം, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ കുഴിച്ചുമൂടേണ്ട രഹസ്യങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തെ ഒറ്റക്കെട്ടായി നിലനിർത്താനുള്ള ഏറ്റവും വലിയ കവചമാണിത്. എപ്പോഴും ഓർക്കുക, കുടുംബം മുന്നോട്ടു പോകുന്നത് ഭയം കൊണ്ടല്ല, സന്തുലിതാവസ്ഥ കൊണ്ടാണ്. അതിരുകളില്ലാത്ത സ്നേഹവും അതേസമയം മര്യാദകളുമുള്ള മനോഹരമായ ഒരു സന്തുലിതാവസ്ഥ. എവിടെ രഹസ്യവും അതേസമയം പരസ്പരമുള്ള അചഞ്ചലമായ വിശ്വാസവുമുണ്ട്. നിങ്ങൾ ഈ സന്തുലിതാവസ്ഥ കണ്ടെത്തുമ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളുടെ കുട്ടിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയില്ല. കൂടാതെ അവൻ മുതിരുമ്പോഴും അവന്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്കുള്ള ബഹുമാനം ഒരു രാജാവിന്റെ പദവിയേക്കാൾ ഒട്ടും കുറവായിരിക്കില്ല. അതിനാൽ ഇന്ന് ഈ നിമിഷം തന്നെ ഒരു തീരുമാനമെടുക്കുക. ഇന്നു മുതൽ നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാകില്ല, മറിച്ച് ബുദ്ധിമാനും സന്തുലിതനുമായ ഒരു രക്ഷിതാവാകും. നിങ്ങളുടെ കുടുംബം എപ്പോഴും നിങ്ങളുടെ ബഹുമാനത്തിലും സുരക്ഷിതമായ തണലിലും വളർന്നു നിൽക്കുവാൻ വേണ്ടി നിങ്ങളുടെ വികാരങ്ങളെയും ബലഹീനതകളെയും കുടുംബരഹസ്യങ്ങളെയും നിങ്ങൾ ആരോഗ്യകരമായി നിയന്ത്രിക്കും. നിങ്ങൾ ഈ ആഴത്തിലുള്ള സത്യം അംഗീകരിക്കുകയും ഈ ബുദ്ധിപരമായ നിയമം ഇന്നു മുതൽ സ്വീകരിക്കാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ പോയി പൂർണ്ണ അഭിമാനത്തോടെ എഴുതുക, ഫാമിലി സീക്രട്ട്. നിങ്ങളുടെ ഈ ഒരു കമന്റ് നിങ്ങളുടെ കുടുംബത്തിന്റെ നിയമം ഇന്ന് നിങ്ങൾ കൂടുതൽ ശക്തമാക്കി എന്നതിന്റെ തെളിവായിരിക്കും. കൂടാതെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ വേരറുക്കുന്ന ആ വിഷമുള്ള ബന്ധുക്കളെ ചാണക്യനീതി പ്രകാരം എങ്ങനെ നേരിടാമെന്ന് അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന അടുത്ത വീഡിയോയിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ കുടുംബത്തെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സത്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ശ്രദ്ധിക്കുക. നന്ദി.